എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 103:2 നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അത് എല്ലാ പ്രാർത്ഥനാ ജീവിതത്തെയും എല്ലാ ജീവിത കാലാവസ്ഥയും സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. നമ്മൾക്ക് ഓരോരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പഴയ അനുഗ്രഹങ്ങൾ മറക്കുമല്ല. പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയ അനുഗ്രഹങ്ങളാണ് ഓർക്കേണ്ടത്. എന്താ കാര്യം? ഈശോ പറഞ്ഞില്ലേ, 5 അപ്പം 5000 പേർക്ക് തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കുട്ട നിറയെ ശേഖരിച്ചു. അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ഉത്കണ്ഠപ്പെടുന്നു? പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? പഴയ കാര്യം ഓർക്കാൻ, പഴയ അനുഗ്രഹങ്ങൾ ഓർക്കാൻ. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഇതാണ്. പുതിയ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ആൾക്കാർ ചെയ്യണത് എന്താ? പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? പഴയ കാര്യങ്ങൾ മറന്നു കളയും. പക്ഷെ അങ്ങനെയല്ല. പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പഴയ കാര്യങ്ങൾ ഓർത്ത്, ദൈവം തന്നെ അനുഗ്രഹം ഓർത്ത് നന്ദി പറയണമെന്നാണ് ബൈബിളിൻ്റെ സ്റ്റൈല്. ഇപ്പം നിങ്ങൾ കടമാണ്, രോഗമാണ്, അതുപോലെ തന്നെ വീട്ടിൽ സമാധാനം ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയണില്ലേ? ഇതൊക്കെ കർത്താവിനെ ഒന്ന് മറന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് മുക്കാലും പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ, സംരക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ ശരിക്കും ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കണമെങ്കിൽ കടം വരേണ്ട കാര്യമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കടം വരുന്ന ഒരു പ്രോജക്റ്റ് ദൈവം നമ്മുടെ അടുത്ത് കൊണ്ടുവരത്തില്ല, തട്ടിക്കളയും. നമ്മൾ ദൈവത്തിനെ മറന്ന് ജീവിച്ച കാലത്ത് ഇടപെട്ട വിഷയങ്ങളാണ് ബാധ്യതയായിട്ട് മാറിയത്.